നിങ്ങൾക്ക് എന്താണ് ഇനി വിയർപ്പിന്റെ മണം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ അൽ ഫിർദൗസ്. തിരക്കില ആയിക്കോട്ടെ. എന്നാല് ഇവരൊക്കെ എന്താ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്ന അതിനെന്താ പറയാ? ഊത്. ഇതൊക്കെ എങ്ങനെയാണ് എവിടുന്ന കൊണ്ടുവരുന്നത്? ഇന്തോനേഷ്യ, ആസാം എന്നൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത് അല്ലേ? മെയിൻ ആസാമാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ? ഐറ്റംസ് ഉണ്ട്, നോക്കിക്കോളി. ഇതാണ് പിന്നെ ഊത് കാശ്മീർ. നല്ല ഇത് ആസാമാണ്. ആസാം എല്ലാ സ്റ്റേറ്റും ഉണ്ടോ? ഇത് അസ്രക് 1. ഇത് അസ്രക് 2 ആണ്. അപ്പൊ ഈ 1ഉം 2 ഒക്കെ എന്താ വ്യത്യാസം? അത് മനസ്സിൽ സ്മെല്ലിനൊക്കെ മാറ്റം ഉണ്ടാവും. 50 ഗ്രാം 100 ഗ്രാം 200 ഗ്രാം ഒക്കെ ഗൾഫ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ? നമ്മളെ സൗദി കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ ഖത്തർക്ക്, ദുബായിക്ക് എല്ലാം കൊണ്ടുപോകും. ഇവിടുന്ന് ഗൾഫിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാണ് ചെയ്യുന്നത്. ഈ ഡ്രൈവർമാരുണ്ടല്ലോ, ഹൗസ് ഡ്രൈവർമാരെ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ട് ഈ സാധനം അല്ലേ? അപ്പൊ അവരൊക്കെ അറബികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്നവരൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണല്ലേ? സൗദിക്കൊക്കെ കൊണ്ടുപോകണ ഇതാണ് കൂടുതലും. ഈ സൈസ് ഇതാ. ഇതിപ്പോ എന്താണ് ഐറ്റം പറഞ്ഞത്? ഇത് അസ്രക്കാണ്. അതിന്റെ കൊണ്ടുപോകുന്നത് കൂടുതലും അവരാണ് കൊണ്ടുപോകുന്നത് അല്ലേ? പിന്നെ ഇത് നമ്മള് ഹോൾസെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ആസാമിൽ നിന്ന് സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എത്തിച്ചു. അതുകൊണ്ടാണ് കുറഞ്ഞ വില കൊടുക്കാൻ കഴിയുന്നത്. എങ്ങനെയാലും 1.25 ലക്ഷം 1.30 1.40 ഒക്കെ വില കൊടുക്കുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. അതെ, എല്ലാവർക്കും നല്ല സുഗന്ധം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ അല്ലേ? പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ. പിന്നെ ഇതിൽ ഒന്നാമത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചതി വഞ്ചനകള ഇതൊന്നും പാടില്ല. അത്ര കച്ചവടത്തിലുള്ളത് നേർവഴി പോകണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. നമ്മൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒന്നും കൂടി നമ്മള് എല്ലാ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. നമ്മള് നേർവഴി പോയ ആ ബിസിനസ് ഒക്കെ നല്ല വിജയകരം. അത് നമ്മള് വേണ്ടാത്ത ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും അങ്ങനെ വിജയിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞു, ഡ്രൈവേഴ്സും മറ്റും അവരുടെ അറബികളായിട്ടുള്ള ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഗഫീലുമാർക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഊത് ഇവിടുന്ന് കൊണ്ടുപോവാറുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള സെന്റുകളും ഊതും അത്രയൊക്കെയാണ് ഉള്ളത്. ഇവിടെ നല്ല പൂക്ക് പോകുന്നത് നമ്മളെ ഊതിന്റെ അത്രയാണ് നല്ല പോകുന്നത്. ഊതിന്റെ അല്ലേ? ഏത് തരത്തിലുള്ള ഊതാണ്? മുക്കല്ലത്തുണ്ട്, ധനിലൂതുണ്ട്, പിന്നെ സാലിമുണ്ട്, കുറെ ഉണ്ട്. ഒരു 10-40 ഐറ്റംസ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ഫേമസ് ആയ ഒരു കടയാണെന്ന് അത് കേട്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മള് 3 മില്ലി 6 മില്ലി ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. ചെറിയ ചെറിയ പാർട്ടികളൊക്കെ വരുമ്പോ നമ്മളെ പോലൊക്കെ ആൾക്കാർ വരും. 3 മില്ലി 6 മില്ലി ഇങ്ങനെയൊക്കെയുള്ള കുപ്പിയിൽ ഞങ്ങള് ഒഴിച്ചു കൊടുക്കൂല. ഇതിപ്പോ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇതിപ്പോ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൽ വെച്ചിട്ട് കൊടുക്കും. അത് ബോട്ടിലിന് എക്സ്ട്രാ പൈസയാണ്. ഈ ബോട്ടിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്ത് തരുന്നത് അല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല കവറിലാക്കിയിട്ട് നല്ല പാക്ക് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ആവശ്യമുള്ളവർക്ക് അല്ലേ വന്നിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ്. നല്ല അടിപൊളി. കാരണം ഈ നല്ല സ്മെല്ലില് നല്ല ഭംഗിയുള്ള കുപ്പിയിലൊക്കെ കണ്ട അതൊരു വെറൈറ്റി തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൽ വരുമ്പോ റേറ്റും കാര്യമൊക്കെ എങ്ങനെയാണ്? റേറ്റ് പറഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റുമാരുള്ള എല്ലാ റേറ്റ് ഉണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് 20 റുപ്യ മുതൽ 29,000 റുപ്യ വരെ വലിപ്പമുള്ളുണ്ട്. ഒരു തോലിന്റെ വില 20 രൂപ മുതൽ 29,000 രൂപ വരെയുള്ള സാധനം ഇവിടെ കിടക്കുന്നത്. നമുക്ക് അപ്പൊ ഈ കാണുന്ന ഈ സെന്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോ എല്ലാവർക്കും ഇപ്പൊ പറ്റുമോ ഈ അതേ സ്മെല്ല് വരുമ്പോ? അങ്ങനല്ല, ഇത് പലവർക്ക് പല സ്മെല്ലാണ് ഇഷ്ടപ്പെടുന്നത്. അത് അവർക്ക് പറ്റിയ സ്മെല്ല് ഞങ്ങള് ബോട്ടിൽ ഇവിടെ 10,400 ചില്ലാനം ഐറ്റംസുകൾ അത്തറുകളുണ്ട്. 1,400 പുറത്തുണ്ടോ? അത് ഏതാ സ്മെല്ല് വെച്ചാൽ പാക്കറ്റും ഉണ്ട്, കുറെ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ. പാക്കറ്റിൽ വരുന്നുണ്ട്, മിക്സ് ചെയ്ത് ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ട്. പറയുകയാണെങ്കിൽ കുറെ ഉണ്ട് ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് നേരത്തെ വന്നപ്പോ അവർക്ക് കൊടുത്തൊരു സ്മെല്ലില്ലായിരുന്നോ? നിങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് എടുത്ത് അടിച്ചു തന്നല്ലേ? അതാണത് സൽവ. നല്ല സ്മെല്ലാ. സെൽവാറി നല്ല സ്മെല്ലായി. അടിപൊളി സ്മെല്ല് കേട്ടോ. 2 ദിവസം നിൽക്കും. 2 ദിവസം ഈ സ്മെല്ല് ഉണ്ടാവും. കഴുകി കളയോളം ഉണ്ടാവും. ഇത് നമ്മൾ ശരീരത്തിൽ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ശരീരത്തിൽ അതായത് അത്ര പുരട്ടൽ ഇങ്ങനെയാണ്. ശരിക്കും ഇങ്ങനെ പുരട്ടിയിട്ട് ഇങ്ങനെ വരുത്തിയിട്ട് സെറ്റിലാക്കണം. അല്ലാതെ നേരിട്ട് ഡ്രസ്സിലാക്കിയിട്ട് അങ്ങനെ ആരും കൊടുക്കാറില്ല. നമ്മൾക്ക് അവിടെ ഈ സെന്റും ഇതല്ലാതെ തന്നെ ഊതൊന്നും അല്ലാതെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ബോട്ടിലുകളിലും പാക്കിലൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്? അത് കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മള് കുന്തിർക്കാണ്.
ഒരു സാധനമാണ്. കുന്തിരിക്കാണത് രാജസ്ഥാൻ ഉപയോഗിക്കുന്നത് പോയിക്കാൻ തന്നെയാണ്. ആണല്ലേ? പിന്നെ ചന്ദനത്തിരി, ഊതിന്റെ ചന്ദനത്തിരിയാണ്. ഊതിന്റെ നല്ല സ്മെല്ല് അതൊക്കെ. പിന്നെ സാധാരണ ഉള്ള ചന്ദനത്തിരി ഉണ്ട്. നീളത്തിൽ കാണുന്ന ഇതെന്താ? ഇത് നീളത്തിലുള്ള ഇതില്ലേ, ഇത് 3 മണിക്കൂർ കത്തിക്കൊണ്ട് നിൽക്കും. അത് നല്ല സ്മെല്ല. അത് വീട്ടിൽ പറ്റൂല, നല്ല ഹാളിക്കൊക്കെ കത്തിക്കാൻ പറ്റും. വലിയ ഹാളിലൊക്കെ പറ്റുന്ന. പിന്നെ ബോഡി ക്രീമാണ് അത്. പിന്നെ ഇതൊക്കെ ഫുൾ അത്രാണ്. ഇതൊക്കെ നമ്മളിത് തീരുന്നതിനനുസരിച്ച് ഇതിക്ക് ഒഴിച്ചു വിടാം. അത് ഞങ്ങൾ അവിടുന്ന് കിലോ കണക്കിന് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അത് ഇവിടെ വന്നിട്ട് ചെറിയ കുപ്പിക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാണ്. അങ്ങനെയാണ് ഇതിലാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മള് എയർ ഫ്രഷ്നർ ഉണ്ട്, പെർഫ്യൂം ഉണ്ട്. പിന്നെ പെർഫ്യൂം എല്ലാ ഐറ്റംസ് ഉണ്ട്. ഒരുവിധ ഐറ്റംസ് പെർഫ്യൂം ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ എന്താ കത്തി പോലെ കിടക്കുന്നത്? കത്തി സ്പ്രേ ആണ്. ഇതോ? ഇതാണ് സ്പ്രേ. ഇത് നല്ല ഒറിജിനൽ കത്തിയാണല്ലോ. പിന്നെ ഇതൊക്കെ നല്ല സ്മെല്ലാട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. നമുക്ക് അതൊക്കെ എന്താണ് ഈ പാക്കിൽ വന്നിട്ടുള്ള സാധനം? അതൊക്കെ നല്ല സാധനമാണ്. അറബികളൊക്കെ യൂസ് ഉപയോഗിക്കും. ഇത് കാരണം ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് നമ്മളിപ്പോ ബ്രഷ് ഇട്ട് പല്ല് വെച്ചാല് ആ ബ്രഷ് നമ്മൾ എടുത്തുകൊണ്ട് മണത്ത് നോക്കിയാൽ ഭയങ്കര സ്മെല്ലാക്കാറ്. ഇത് എടുത്ത് എത്ര തേച്ചാലും അതിന് നല്ലൊരു സ്മെല്ലാക്കാറ്. ഇതുകൊണ്ട് ക്ലീൻ ആവുമോ? അത് നല്ല ഒരു സുഗന്ധം വരും. ഇതിപ്പോ എന്താ മൈലാഞ്ചി? മൈലാഞ്ചി അത് നാത്തുമലിടാന് നല്ല നല്ല ആണല്ലേ? ഇത് പിന്നെ തെസ്ബീകളാണ്. ഇത് പിന്നെ ഇങ്ങനെ വില കുറഞ്ഞത്. ഇത് വില കുറഞ്ഞത് അല്ലേ? 20 രൂപയിലൊക്കെ വരുന്ന അത്തറുകളാണിത് അല്ലേ? ഇതിലെല്ലാ സ്മെല്ലും വരുന്നുണ്ടോ? എല്ലാ സ്മെല്ലും വരുന്നുണ്ട്. ഓക്കെ. ബഹൂർ ബ്ലാക്ക്. ഉമ്മർക്ക് ഈ പുകക്കണ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ എന്താ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത്? അസീൽ തന്നെ അസീൽ പോയിക്കുന്ന ബഹൂറന് നല്ല സ്മെല്ലാ. ഇതിനല്ലേ? നല്ല സ്മെല്ല്. കാറ്റുള്ളതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് അല്ലേ? കാറ്റുണ്ടാവുന്ന കുറെ ഐറ്റംസ് ഉണ്ട്. ഈ ബോട്ടിലൊക്കെ വരുന്നത് ഇതേപോലെ പുകക്കാനുള്ള സാധനങ്ങളാ? കുറെ ഉണ്ട്. അസീലുണ്ട്, ഷബായ ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ എന്തൊക്കെയാണ് ഇതിന്റെ പേരുകളൊക്കെ പറഞ്ഞത്? വൈറ്റ് ഊത് ഉണ്ട്. ഏതാണ്? ഇത് ബ്ലാക്ക് ഊത്. ബ്ലാക്ക് ഊത്. ഇത് അസ്വദ്. അസ്വദ് ഏതാ? അസ്വദ് നല്ല സാധനട്ടാ. ഇത് കഴിഞ്ഞു അല്ലേ? കൂടുതൽ ആളുകൾ ഇതാണ് കൊണ്ടുവന്നത്. ഇത് ഭയങ്കര സ്മെല്ലാ. ഇതല്ലേ? ഇതൊക്കെ എങ്ങനെയാണ്? 100 ഗ്രാമിന് 1800. 100 ഗ്രാമിന് 1800 രൂപ ഉണ്ടോ? നല്ല സ്മെല്ലാ. അതിന് വില കുറഞ്ഞത് വേറെ ഉണ്ട്. 500-നുണ്ട്, 600-നുണ്ട്, 300-നുണ്ട്, ഒക്കെ ഉണ്ട്. സ്മെല്ല് അനുസരിച്ച്. ഇതൊക്കെ വിദേശത്തേക്ക് പോകുന്നുണ്ടോ? അല്ല, അത് ഇവിടെ വീടുകളിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ആളുകൾ അവരുടെ ഇഷ്ടത്തിന് പറഞ്ഞാൽ അത് അണ്ടോട് ഒഴിച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ അവനെ ടേസ്റ്റ് പറഞ്ഞു തന്ന എളുപ്പമാണ് അല്ലേ? അത്ര നെഞ്ചോട് ചേർക്കുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും കുടുംബത്തിനായാലും ഭാര്യ ഭർത്താവിനായാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്മെല്ലുള്ള ഊതും അത്രയൊക്കെ ഇവിടെ ഉമ്മർഖാന്റെ അൽഫിർദൗസിൽ ലഭ്യമാണ്. അപ്പോൾ ഇനി നേരിട്ട് വന്ന് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇവിടുന്ന് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ വേങ്ങര KCB ഓഫീസിനോട് തൊട്ട് ചേർന്നുള്ള ഷോപ്പാണ് അൽഫിർദൗസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.